എ ക്യൂബ് സമം 335 പ്ലസ് ബി ക്യൂബ്. എ സമം 5 പ്ലസ് ബി. എ വലുത് 0, ബി വലുത് 0 ആയാൽ എ പ്ലസ് ബിയുടെ വില കാണുക. ഇതൊരു സമവാക്യമാണ്. എ ക്യൂബ് സമം 335 പ്ലസ് ബി ക്യൂബ്. അതിൽ നമുക്ക് എയുടെ വില തന്നിട്ടുണ്ട് 5 പ്ലസ് ബി. അപ്പോൾ ഈ എയുടെ സ്ഥാനത്ത് ഈ എയുടെ വില കൊടുക്കുക. എയുടെ സ്ഥാനത്ത് ഈ എയുടെ വില കൊടുക്കുക. അപ്പോൾ എ ക്യൂബ് പറയുമ്പോൾ 5 പ്ലസ് ബി ഹോൾ ക്യൂബ്. 5 പ്ലസ് ബി ഹോൾ ക്യൂബ് സമം ബാക്കി അതുപോലെ എഴുതുക 335 പ്ലസ് ബി ക്യൂബ്. ഇത് എ പ്ലസ് ബി ഹോൾ ക്യൂബ്. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന ഐഡൻറ്റിറ്റി വെച്ചിട്ട് ചെയ്യുക. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്താ? എ ക്യൂബ് പ്ലസ് 3 എ സ്ക്വയർ ബി പ്ലസ് 3 എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. അപ്പോൾ ആദ്യം എ ക്യൂബ് ഇവിടെ എന്ത് വരും? 5 ക്യൂബ്. 5 ക്യൂബ് എന്ത് വരും? 125 പ്ലസ്. ഇപ്പോൾ എ ക്യൂബ് എഴുതി 5 ക്യൂബ് 125 പ്ലസ് 3 എ സ്ക്വയർ ബി. 3 എ സ്ക്വയർ ബി. അപ്പോൾ 3 5 സ്ക്വയർ ബി. 3 ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു ബി. 5 സ്ക്വയർ 25 ഇൻറ്റു 3 75 ബി വരും. 75 ബി പ്ലസ് 3 എ ബി സ്ക്വയർ. 3 എ ബി സ്ക്വയർ. 3 ഇൻറ്റു 5 ഇൻറ്റു ബി സ്ക്വയർ 15 ബി സ്ക്വയർ. 15 ബി സ്ക്വയർ. പിന്നെ അവസാനം പ്ലസ് ബി ക്യൂബ്. ഇവിടെ ബി ക്യൂബ് തന്നെയാണ്. പ്ലസ് ബി ക്യൂബ്. ഇനി നമുക്കിത് രണ്ടും കൂടി കൊടുന്നു. മൈനസ് 335 മൈനസ് ബി ക്യൂബ്. ഇനി ഇവിടെ ഒന്നുമില്ല സമം 0. ബി ക്യൂബ് എന്ന് ബി ക്യൂബ് കുറച്ച് 0 ആയി. ഇനി നമ്മൾ ആദ്യം ബി സ്ക്വയർ എഴുതുക. എത്രയാണ്? 15 ബി സ്ക്വയർ. പിന്നെ ബി എഴുതുക. എത്രയാണ്? പ്ലസ് 75 ബി. ഇനി സംഖ്യ കോൺസ്റ്റൻ്റ് എഴുതുക. സ്ഥിരസംഖ്യ 2 ഉണ്ട്. 125 335 കുറയ്ക്കുക. 125 335. അപ്പോൾ മൈനസ് വരും. 125 335 കുറയ്ക്കുമ്പോൾ ചെറുന്ന് വലുതാണ് കുറയ്ക്കുന്നത് മൈനസ് വരും. എന്നിട്ട് കുറയ്ക്കുക. എത്രയാണ്? 335 125 കുറച്ച് എഴുതുക. 0 1 2 3 2 1 3 210 വരും. മൈനസ് 210 സമം 0. ഇതെല്ലാം 15ൻ്റെ ഗുണിതങ്ങളാണ്. ഇതെല്ലാം 15ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ നമുക്ക് ഈ സമവാക്യത്തെ മുഴുവൻ 15 കൊണ്ട് ഹരിക്കാം. ഈ സമവാക്യത്തെ മുഴുവൻ 15 കൊണ്ട് ഹരിക്കാം. ഇവിടെ 15 വെട്ടിപ്പോയിട്ട് എന്ത് വരും? ബി സ്ക്വയർ. ബി സ്ക്വയർ പ്ലസ് ഇവിടെ 15 വെട്ടിപ്പോൾ 15 75 5 ബി മൈനസ് ഇവിടെ 14 15 210 സമം 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു ദ്വിമാന സമവാക്യമാണ്. നമുക്കിതിനെ പിരിച്ചെഴുതാം. 2 സംഖ്യകൾ കാണുക. നമ്മൾ 2 സംഖ്യകൾ. ആ സംഖ്യയുടെ തുക ബിയുടെ ഗുണോത്തരമാണ്. 2 സംഖ്യകൾ കാണുക. ആ സംഖ്യകൾ കൂട്ടിയാൽ ബിയുടെ ഗുണോത്തരം കിട്ടണം. കൂട്ടിയാൽ ബിയുടെ ഗുണോത്തരം എത്രയാണ്? 5 കിട്ടണം. ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലോ ഇവിടുത്തെ സ്ഥിരസംഖ്യ കിട്ടണം. ബി ഇല്ലാത്ത സംഖ്യ എത്രയാണ്? -14. അങ്ങനെ 2 സംഖ്യകൾ കാണുക. അത് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് വരിക? 7ഉം 2ഉം. എന്നിട്ട് അതിലത്തെ -2 കൊടുക്കുക. 7 -2 കൂട്ടി നോക്കൂ. നമുക്ക് 5 കിട്ടും അല്ലേ? അതുപോലെ 7 ഇൻറ്റു -2 ചെയ്താലോ -14 കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലത്തെ ചര എടുക്കുക. ഇതിലത്തെ വേരിയബിൾ എത്ര? ബി. അതിൻ്റെ കൂടെ ഈ 2 സംഖ്യകൾ ആദ്യം +7 ബി +7 ഇൻറ്റു അടുത്ത പിന്നെ ബി എന്ന് എഴുതുക. അടുത്ത സംഖ്യ എഴുതുക. -2 സമം 0. ഇത് രണ്ടും ഗുണിച്ചാൽ 0 കിട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം. ഇത് രണ്ടും ഗുണിച്ചാൽ 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇത് 0 ആവണം അല്ലെങ്കിൽ ഇത് 0 ആവണം. അപ്പോൾ ബി +7 സമം 0 എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ബി എത്ര വരും? -7. പക്ഷെ ഇത് എടുക്കാൻ പറ്റില്ല. കാരണം ബി വലുത് 0 പറഞ്ഞിട്ട് 0 വലുത് പറഞ്ഞാൽ നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ വില എടുക്കില്ല. അടുത്തത് ബി -2 സമം 0. ബി -2 സമം 0. അപ്പോൾ ബി എന്ത് വരും? 2 എന്ന് വരും. അപ്പോൾ ബിയുടെ വില കിട്ടി. ഈ ബിയുടെ വില നമുക്ക് ഇതിൽ കൊടുക്കാം. എന്താണ്? എ സമം 5 പ്ലസ് ബി. അപ്പോൾ എ സമം 5 പ്ലസ് ബി. 5ഉം 2 കൂട്ടിയാൽ 7. അപ്പോൾ നമുക്ക് എ കിട്ടി, ബി കിട്ടി. ചോദ്യം എന്താ? എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ത് വരും? എ ബി കൂട്ടുക. 7ഉം 2 കൂട്ടിയ ഉത്തരം 9.